MG യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള മറ്റ് സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകം ലഭിച്ചിട്ടും പത്തനംതിട്ടയിലെ സ്കൂൾ ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസിൽ മാത്രം പുസ്തകം ലഭിക്കാതെ വന്നതോടെയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി എത്തിയത്. ഈ അധ്യയന വർഷത്തിനു മുമ്പ് ഇവിടെ പുസ്തകങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വൃത്തിയാക്കുമെന്ന് പറഞ്ഞ ഇവിടുത്തെ ഡയറക്ടറെ ഞങ്ങൾക്ക് ഉറപ്പ് തന്ന ഉറപ്പ് ഞങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകർ അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ആ ഉറപ്പിനെ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോഴാണ് KSU ശക്തമായ സമരവുമായി മുന്നോട്ട് വന്നത്. യൂണിവേഴ്സിറ്റിയിൽ വിഷയം പലതവണ അറിയിച്ചിട്ടും നടപടിയെടുക്കാത്തതിനാലാണ് പുസ്തകം ലഭിക്കാത്തതെന്ന് അധ്യാപകർ മറുപടി പറഞ്ഞു. എന്നാൽ വിദ്യാർത്ഥികൾ ഇത് ചെവിക്കൊണ്ടില്ല. തുടർന്ന് പുറത്തുനിന്നെത്തിയ KSU പ്രവർത്തകരുടെ സഹായത്തോടെ ഗർഭിണിയായ അധ്യാപികയെ അടക്കം വിദ്യാർത്ഥികൾ പൂട്ടിയിടുകയായിരുന്നു. ഒരുപാട് പേർക്ക് പുറത്തു പോകേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അതേപോലെ തന്നെ കൺസീവ് ചെയ്ത ടീച്ചറുണ്ട്, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ടീച്ചറുണ്ട്, അവർക്ക് പിന്നെ ടാബ്ലറ്റ് കഴിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഹെൽത്ത് പ്രോബ്ലം ഉള്ള ടീച്ചറും ഉണ്ട്. അപ്പം എല്ലാവരെയും ഇതാക്കിക്കൊണ്ട് ഇവരിവിടെ ഈ ഒരു നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇത് നടക്കുകയാണ്. സംഭവം അറിഞ്ഞ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും സ്റ്റാഫ് റൂം തുറക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറായില്ല. പാഠപുസ്തകം ഉടൻ ലഭ്യമാക്കാമെന്ന ഡയറക്ടറുടെ ഉറപ്പിനെ തുടർന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സ്റ്റാഫ് റൂം വിദ്യാർത്ഥികൾ തുറന്നു നൽകിയത്. ടോബി ജോൺസൺ, മീഡിയ 1.